ഹലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോയാണ്. ഒരുപാട് നാളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു മോഡലാണ് ചെയ്യുന്നത്. ആലിയ കട്ട് ഡ്രസ്സാണ് ചെയ്യുന്നത്. ജോർജറ്റാണ് മെറ്റീരിയൽ എടുത്തേക്കുന്നത്. ലൈനിങ് ക്രേപ്പാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ക്രേപ്പിൻ്റെ ലൈനിങ് ഇതുപോലെ നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷമാണ് നമ്മൾ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഷോൾഡറാണ്. നാലായിട്ട് മടക്കിയിട്ട തുണിയിൽ ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 6.5 ഇതിപ്പോൾ എൻ്റെ അളവിനാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. നിങ്ങളെ അളവുകൾക്കനുസരിച്ച് അതിൽ മാറ്റം വരുത്താം. അതിനുശേഷം ഞാൻ യോക്ക് പോർഷൻ്റെ ലെങ്ത് എടുത്തേക്കുന്നത് 15 എനിക്ക് നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ 15 എടുത്തു. നിങ്ങൾക്ക് 13 12 എടുത്താൽ മതിയാകും. ഹൈറ്റ് കുറഞ്ഞവർക്കാണെങ്കിൽ എനിക്ക് നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ടും ഒരുപാട് കയറി നിൽക്കുന്ന ആലിയ കട്ട് മോഡൽ ഇഷ്ടമില്ലാത്തത് കൊണ്ടും ഞാൻ കുറച്ച് ഇറക്കിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ 15 എടുത്തു. അതിനുശേഷം 15 മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോളിനായിട്ട് ഞാൻ 6.5 ഇഞ്ചാണ് കൊടുത്തത്. 6.5 ഇഞ്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബോക്സ് പോലെ വരച്ചതിന് ശേഷം അതിൽ 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം മുകളിൽ നിന്നും പകുതി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ എടുക്കാനുള്ളത് നമ്മളെ ചെസ്റ്റ് പോർഷൻ്റെ കറക്റ്റ് അളവ് എത്രയാണോ അതാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 8 നാലായിട്ട് മടക്കിയിട്ട് 8 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാത്തിനും 2-2.5 ഇഞ്ചോളം തയ്യൽ തുമ്പ് കൊടുക്കാറുണ്ട്. കാരണം നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ അത് കുറയാൻ ചാൻസ് ഉണ്ട്. കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോൾ അത് കുറയാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതുപോലെ കർവ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അളന്ന് നോക്കണം. കറക്റ്റ് നമുക്ക് ആം ഹോൾ കിട്ടിയിട്ടുണ്ടോ എന്ന് കറക്റ്റ് അളന്ന് നോക്കണം. കിട്ടിയിട്ടില്ലെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തണം. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് വേസ്റ്റ് റൗണ്ടാണ്. വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി എല്ലാം അളന്ന് നോക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതുപോലെ ഞാൻ താഴോട്ട് 1 ഇഞ്ചും കൂടി കൂട്ടി ഇട്ട് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ചും കൂടെ താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ ഒന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം തയ്യൽ തുമ്പും കൂടെയാണ് അത്. തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇട്ട് ആഡ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ വിചാരിച്ച ഇറക്കത്തിനൊന്നും അത് കിട്ടത്തില്ല. ഒരുപാട് കയറിപ്പോകും. അതുകൊണ്ട് 1 ഇഞ്ച് നിങ്ങൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടി തമ്മിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. ഒരുമിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഷോൾഡർ തമ്മിൽ ജോയിൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്കത് വേർതിരിച്ചെടുത്തതിന് ശേഷം ഫ്രണ്ടിലെ ലൈനിങ് എടുത്തതിന് ശേഷം ഇതുപോലെ ആം ഹോളൊന്ന് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യാനുള്ളത്. അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ വി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 12 ഇഞ്ചാണ് വിക്ക് എടുത്തിട്ടുള്ളത്. എനിക്ക് ഒരുപാട് കയറി നിൽക്കുന്ന ആലിയ കട്ട് മോഡൽ ഇഷ്ടമല്ല. കുറച്ച് ഇറങ്ങി നിൽക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ 12 ഇഞ്ചാണ് ഇതുപോലെ വി എന്ന മോഡലിൽ അടയാളപ്പെടുത്തിയെടുക്കുന്നത്. നമ്മൾ ആലിയ കട്ട് അറിയാലോ, ഒരു വി പോലെ ഇങ്ങനെ ഷേപ്പിനാണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ. അതുകൊണ്ട് ഞാൻ 12 ഇഞ്ചാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സൈഡിലോട്ട് വി ഷേപ്പിന് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കുറച്ചെടുക്കാം, 10 എടുത്താൽ മതിയാവും. എനിക്ക് 12 ഇഞ്ച് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ 12 ഇഞ്ച് എടുത്തു. അതിനുശേഷം ഞാൻ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവ് കട്ട് ചെയ്യുന്നത് ലൈനിങ് കൊടുക്കുന്നില്ല. സ്ലീവിൽ ലൈനിങ് ഇല്ലാതെ നോർമലായിട്ടുള്ള സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മുട്ടിന് മുകളിൽ വരെ നിൽക്കുന്ന സ്ലീവാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. എനിക്ക് മുട്ടിന് താഴെ വരെ നിൽക്കുന്ന, കൈയിലെ മുട്ടിന് താഴെ വരെ നിൽക്കുന്ന സ്ലീവ് ഇട്ടാൽ എനിക്കത് കംഫർട്ടബിൾ അല്ല. അതുകൊണ്ട് ഞാൻ കൈയിലെ മുട്ടിന് മുകളിൽ വരെയുള്ള സ്ലീവാണ് കൊടുക്കുന്നത്. നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം ഇതുപോലെ സ്ലീവും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് ആം ഹോൾ വരുന്ന ഭാഗത്ത് എത്രയാണോ നമ്മൾ ആം ഹോൾ കൊടുത്തത് അതുപോലെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ അളന്ന് നോക്കി വേണം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ രണ്ടും കൂടെ തമ്മിൽ വ്യത്യാസം വരും. തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. നമ്മളിതുപോലെ സ്ലീവ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് പോർഷനിലെ താഴോട്ടുള്ള പോർഷനാണ് കട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ വേസ്റ്റ് റൗണ്ട് എത്രയാണോ കൊടുത്തത്, മുകളിലെ യോക്ക് പോർഷനിൽ വേസ്റ്റ് റൗണ്ട് എത്രയാണോ കൊടുത്തത് അതാണ് കറക്റ്റിന് മുകളിലോട്ട് മാർക്ക് ചെയ്യാനുള്ളത്. താഴത്തോട്ട് നമ്മൾ എത്രയാണോ ടോട്ടൽ ലെങ്ത് വേണ്ടത്, ഞാനിപ്പോൾ ടോട്ടൽ ലെങ്ത് 45 എടുത്തേക്കുന്നത്. അതിന് 15 ഞാൻ യോക്ക് പോർഷനിൽ കൊടുത്തു. ബാക്കി 35 ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ലൈൻ പോലെയാണ് ബാക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ബാക്ക് പോർഷനിൽ പ്ലീറ്റ്സ് കൊടുക്കുന്നില്ല, ഫ്രണ്ടിൽ മാത്രമേ പ്ലീറ്റ്സ് കൊടുക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ ബാക്ക് പോർഷൻ ഫുള്ളായിട്ടും ലൈനായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിവിടെ ബാക്ക് പോർഷനും ഇത് യോക്കും താഴോട്ടുള്ള ഭാഗവും കൂടി രണ്ടും സെപ്പറേറ്റ് ചെയ്താണ് കട്ട് ചെയ്തത്.
ഇതിലെ യോക്ക് പോർഷൻ വെട്ടിയപ്പോൾ ഞാൻ ബേക്കും കൂടി വെട്ടിയെടുത്തായിരുന്നു. പിന്നീടാണ് ഞാൻ അത് ഓർമ്മിച്ചത് ബേക്കിൽ പ്ലീറ്റ്സ് കൊടുക്കുന്നില്ല, ഞാൻ ഫ്രണ്ടിൽ മാത്രമേ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ല, ഞാൻ അങ്ങനെ കട്ട് ചെയ്തു. പക്ഷേ അത് ഇരട്ടി പണിയാണ്. അതിനേക്കാളും നമ്മൾ ബേക്കിൽ പ്ലീറ്റ്സ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്ക് എ ലൈനായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാകും, ഫ്രണ്ട് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് പോയത് കൊണ്ട് പിന്നെ അത് ഞാൻ ബാക്കി അതുപോലെ തന്നെ അങ്ങ് ചെയ്ത് പോവുകയാണ്. എന്നിട്ട് നമ്മൾ താഴ്ഭാഗം ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കണം, വരച്ച് കട്ട് ചെയ്ത് കളയണം. ഇല്ലെങ്കിൽ താഴ്ഭാഗത്ത് ജോർജറ്റിൻ്റെ മെറ്റീരിയലും കൂടെ ആയതുകൊണ്ട് ഒരുപാട് തന്നെ തൂങ്ങിക്കിടക്കും. അതിനുശേഷം ലൈനിങ്ങും കൂടെ വെച്ച് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തതുപോലെ അത്രയും ലെങ്ത്തിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മെയിൻ ക്ലോത്ത് ഇതുപോലെ കുറച്ച് മടക്കി വച്ചതിന് ശേഷം നമുക്ക് ലൈനിങ് കുറച്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഫ്രണ്ട് പോർഷൻ്റെ താഴോട്ടുള്ള പോർഷൻ ഞാൻ കട്ട് ചെയ്യുന്നില്ല, ലെങ്തിനനുസരിച്ച് കട്ട് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഫ്രണ്ടിലെ വി പോലെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ താഴോട്ടുള്ള ലെങ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ ഇറക്കം കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രത്തോളം ലെങ്ത് ആ മെറ്റീരിയലിനുണ്ടോ അത് എടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം ഫ്രണ്ടിൽ നമുക്ക് ആവശ്യത്തിന് എത്ര ലെങ്ത് വേണോ അതനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ സ്കാലപ്പ് നെക്കാണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത്. എനിക്ക് സ്കാലപ്പ് നെക്ക് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാനും ഒക്കെ കുറച്ച് പാടാണ്. പക്ഷേ നല്ല ഭംഗിയാണ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ. ആലിയ കട്ടിൽ ഈ ഒരു നെക്കും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് ഞാൻ ആ നെക്കാണ് കൊടുക്കുന്നത്. ഈ സമയത്താണ് എൻ്റെ മെഷീൻ ഇതുപോലെ സർവീസ് കഴിഞ്ഞ് കൊണ്ടുവന്നത്. ഇതുപോലെയായിരുന്നു സ്റ്റിച്ച് വീണുകൊണ്ടിരുന്നത്. ചുരുങ്ങിയാണ് ക്ലോത്ത് വന്നുകൊണ്ടിരുന്നത്. സ്റ്റിച്ച് നേരെ വീഴുന്നില്ലായിരുന്നു. പിന്നെ എൻ്റെ ഡ്രസ്സ് തന്നെ ആയതുകൊണ്ട് പുറത്ത് ചെയ്ത് കൊടുക്കാൻ ഉള്ളതല്ലാത്തത് കൊണ്ടും ഞാൻ ആദ്യം തന്നെ ഒരുവിധം എങ്ങനെയെങ്കിലുമൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതാണ് ഞാൻ പിന്നെ ഷോപ്പിൽ വിളിച്ച് മെഷീൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ അത് കൊണ്ട് ചെന്നാൽ മാറ്റിത്തരാമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ മെഷീൻ മാറ്റാനായിട്ട് പോയത്. ഇപ്പം പുതിയത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതുപോലെ നമ്മൾ പതുക്കെ വേണം സ്കാലപ്പ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ സെൻറ്ററിൽ കൂടി ഒന്ന് അടിച്ച് കൊടുത്തതിന് ശേഷം മാത്രം, അതും നമ്മൾ വയ്ക്കുന്ന ആ ക്യാൻവാസിൽ സ്റ്റിച്ച് ചെയ്യാതെ വേണം സെൻറ്ററിൽ മാർക്ക് ചെയ്ത സ്ഥലത്ത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വരാൻ. അതിനുശേഷം നമ്മൾ ഇതുപോലെ പതുക്കെ ഇതുപോലെ നമ്മൾ വച്ചേക്കുന്ന ക്യാൻവാസ് പേപ്പറിൽ കൊള്ളാതെ ആ മെറ്റീരിയലിൽ മാത്രം ഇതുപോലെ റാന്ന് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതുപോലെ പതുക്കെ സാവധാനം വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്, പക്ഷേ അതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് കൊടുത്തത്. ഇതുപോലെ പതുക്കെ ആ സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ പോർഷനിൽ ഞാൻ പോലെ നിൽക്കുന്ന സൈഡിലെല്ലാം നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് മറിച്ചെടുക്കാനായിട്ട്. ഇത് മറിച്ചെടുത്തിട്ട് നമ്മൾ പതിച്ചൊന്നും അടിച്ച് കൊടുക്കത്തില്ല, ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയേ ചെയ്യത്തുള്ളൂ. അങ്ങനെയാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. മെറ്റീരിയൽ ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പം നമ്മൾ ഇതുപോലെ മറിച്ചെടുക്കുമ്പോൾ സാവധാനം വേണം മറിച്ചെടുക്കാനായിട്ട്. ഒരുപാട് വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൂടി അങ്ങ് പിന്നി പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ പതുക്കെ നമ്മൾ മറിച്ചെടുത്തതിന് ശേഷം ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ അതവിടെ സെറ്റായിട്ട് ഇരുന്നോളും. അത് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട് പോർഷനിൽ നമുക്ക് എത്രത്തോളം എവിടം വരെ എനിക്ക് പ്ലീറ്റ്സ് വേണോ, രണ്ട് ഭാഗത്ത് എവിടം വരെ പ്ലീറ്റ്സ് വേണോ അത് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ പ്ലീറ്റ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സൈഡിൽ നിന്നല്ല, സെൻറ്ററിൽ നിന്നാണ്. കറക്റ്റ് ആ വി വരുന്ന പോർഷനിൽ ഇതുപോലെ വച്ചതിന് ശേഷം അവിടെ നിന്ന് സൈഡിലോട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ബാക്കി വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, മെഷീനൊക്കെ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് എങ്ങനെയൊക്കെയാണ് തച്ചെടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ ഫ്രണ്ട് പോർഷനിൽ നെക്ക് ഭാഗത്തായിട്ട് കുറച്ച് വൈറ്റ് ബീഡ് വെച്ച് ചെറിയ ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.